ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കിച്ചൺ വേസ്റ്റ് വെച്ച് നമ്മളൊരു കമ്പോസ്റ്റ് ഉണ്ടാക്കിയിരുന്നു. അത് കുറേ പേര് കണ്ടിട്ടുണ്ട്, കുറേ പേര് കുറേ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 100% നല്ലൊരു വളമാണ് കേട്ടോ. കാരണം ഞാനത് ചെയ്ത് വിജയിച്ചതിൻ്റെ പേരിലാണ് ഞാനീ പറയുന്നത്. അത് നല്ലൊരു വളമാണ്, എല്ലാ പച്ചക്കറികൾക്കും വളരെ നല്ല ഒരു കമ്പോസ്റ്റാണ് ഇത്. കാരണം നമ്മുടെ കിച്ചണിലെ വേസ്റ്റ് നമുക്ക് ഇനി വെറുതെ കളയുകയും വേണ്ട, വലിച്ചെറിയാനായിട്ട് ഇനി എവിടെ കൊണ്ടുപോകുന്നുള്ള ടെൻഷനും വേണ്ട. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന ബക്കറ്റോ കലങ്ങളോ അതുപോലെ തന്നെ ഗ്രോ ബാഗോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ചാക്കിനകത്തൊന്നും നിങ്ങൾ ചെയ്യേണ്ട, ഗ്രോ ബാഗിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. പ്രത്യേകിച്ച് നമ്മുടെ പച്ച ഗ്രോ ബാഗിനകത്ത് ചെയ്യാനായിട്ട് സൂപ്പറായിരിക്കും കേട്ടോ. കാരണം അതിനകത്ത് ഒറ്റ ഒരു കുഴിയല്ലേ ഉള്ളൂ. അത് നമുക്ക് ഒരു ഓടും കഷ്ണം വെച്ച് നമുക്ക് അടച്ചാൽ നമുക്കതിനകത്ത് ശരിക്കും ഈ വളം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുകൊണ്ട് ഇനി നമുക്ക് ഈ സമയത്ത് വളമില്ല എന്ന് കരുതി വിഷമിക്കുകയൊന്നും വേണ്ട. അപ്പോൾ ഇത് നമ്മൾക്ക് ഉപയോഗിച്ചാലും വളരെ നല്ല വിളവൊക്കെ കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഈ കമ്പോസ്റ്റിനെ കുറിച്ച് കുറച്ച് പേര് കുറേ ഡൗട്ടുകളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചിനകത്ത് പുഴുക്കൾ വരുന്നുണ്ട്, എന്തൊക്കെ ഇടാം, അങ്ങനെ സ്മെല്ലുണ്ടാവുമോ, അതായത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കിച്ചണിൽ നമ്മൾ കഴിക്കുന്നതിൻ്റെ ബാക്കിയൊക്കെ ഇടാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരവായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഇത് നിറയുന്നത് വരെ നമ്മൾ സാധനങ്ങൾ ഇട്ടുകൊണ്ടിരിക്കണോ? കാരണം അതിട്ടുകൊണ്ടിരിക്കണമല്ലോ. കാരണം നമ്മുടെ ഒരാഴ്ചയെങ്കിലും ഉള്ള വേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഒരു ബക്കറ്റ് നിറയുള്ളൂ അല്ലേ. അപ്പോൾ ഒരു 3 പാത്രം, നമ്മൾ ബക്കറ്റ് തന്നെ വേണമെന്നില്ല, കലോ ഏതായാലും മതി. അപ്പോൾ അത് 3 പാത്രം നമ്മൾ എടുത്ത് വയ്ക്കുക. അപ്പോൾ ഒരു പാത്രത്തിൽ നിറയുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത പാത്രത്തിൽ നമുക്ക് ഇട്ട് വയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അപ്പോഴത്തേക്ക് ആ പാത്രം പൊടിയാനായിട്ട് തുടങ്ങില്ല, ആ പാത്രത്തിലെ വേസ്റ്റിലെല്ലാം കമ്പോസ്റ്റ് ആവാനായിട്ട് തുടങ്ങും. പിന്നെ ചോദിച്ചെന്താണെന്ന് അറിയാമോ, ഓരോ പ്രാവശ്യവും നമ്മൾ ഇടുമ്പോൾ വെള്ളം ഒഴിക്കണോ മണ്ണിടണോ എന്നാണ്, തൈര് ഒഴിക്കണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇട്ട രീതിയെല്ലാം ഞാൻ വളരെ വിശദമായിട്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. വളരെ വിശദമായിട്ട് നല്ലതുപോലെയാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. എൻ്റെ ഇതിൽ വെച്ചാൽ എനിക്ക് നല്ല രീതിയിലാണ് പറഞ്ഞു തന്നിരിക്കുന്നത്, നല്ല രീതിയിലാണ് പറഞ്ഞു തന്നതെന്ന് എല്ലാവരും പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. പിന്നെ ഓരോ പ്രാവശ്യം ഇടുമ്പോഴും നമ്മൾ തൈര് ഒഴിക്കേണ്ട കാര്യമില്ല. ആദ്യത്തെ പ്രാവശ്യം നമ്മൾ അതൊക്കെ ഇട്ട് തൈര് ഒഴിച്ച് സ്വല്പം മണ്ണുമൊക്കെ ഇട്ട് വെച്ചിരിക്കുമായിരുന്നല്ലോ. പിന്നെ അതിൻ്റെ മേളിൽ കൊണ്ട് നമ്മളങ്ങ് പിന്നെ ഈ വേസ്റ്റ് കൊണ്ടുവന്നങ്ങ് ഇട്ടാൽ മതി. ഏറ്റവും ലാസ്റ്റ് നമ്മൾ പിന്നെ ഓരോ പ്രാവശ്യം ഇടുമ്പോൾ സ്വല്പം മണ്ണിടുന്നുണ്ട് കുഴപ്പമില്ല കേട്ടോ. തൈരൊന്നും ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല, ആ ഒറ്റ പ്രാവശ്യം ഒഴിച്ചാൽ മതി. ആ ഒരു പ്രാവശ്യം ആദ്യമേ ഒഴിച്ചു. പിന്നെ ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ആ കലം നിറയുന്ന സമയമാകുമ്പോൾ എന്താണെന്ന് അറിയാമോ, ഒരു സ്വല്പം തൈര് ഒഴിച്ച് ഒരു മണ്ണും അതിൻ്റെ മേളിലിട്ടിട്ട് അങ്ങ് അടച്ചങ്ങ് വെച്ചിരുന്നാൽ മാത്രം മതി. അടച്ചു വെച്ചിട്ട് നമ്മൾ ആ ഒരാഴ്ച, ആ ദിവസം എന്നാന്ന് വെച്ചാൽ ആ ഒരാഴ്ച ആകുമ്പോൾ പിന്നെ ആ ഒരാഴ്ച അങ്ങനെ ഇരിക്കട്ടെ. തുറന്ന് നോക്കുമ്പോൾ അതങ്ങ് പകുതിയായി കാണും, അത് ആ വേസ്റ്റ് എല്ലാം അങ്ങ് താഴും. അപ്പോൾ നമ്മൾ എന്താണ് എന്തെങ്കിലും കമ്പോ എന്തെങ്കിലും ഒരു കമ്പിയോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും അതിനകത്ത് ഡ്രൈ ആയിട്ടിരിക്കുകയാണോ, ഇനി നമുക്ക് അതിനകത്ത് വെള്ളം ചേർക്കണമോ, അതോ ഒരുപാട് പിന്നെ വെള്ളം പോലെ കിടക്കുകയാണോ എന്ന് നമുക്കത് മനസ്സിലാവും. ഒരുപാട് വെള്ളം പോലെ കിടക്കുകയെന്നുണ്ടെങ്കിൽ, ലൂസായിട്ട് കിടക്കുകയെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് കരിയിലയോ ന്യൂസ് പേപ്പറോ സ്വല്പം മണ്ണോ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെക്കാം. അതെല്ലാം നമ്മൾ ചെയ്തത് ഡ്രൈ ആയിട്ടിരിക്കുക എന്നുണ്ടെങ്കിൽ എന്ത് വേണം, അതിനകത്ത് സ്വല്പം കൂടെ വെള്ളമോ കഞ്ഞിവെള്ളമോ എന്ത് വേണമെങ്കിലും നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന സ്വല്പം ജൈവ സ്ലറിയോ അതിനകത്ത് കൊണ്ടുവന്നൊന്ന് തളിച്ചു കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പം ഈ കലത്തിനകത്ത് അവസാനം ഇട്ടത് കുറച്ചുകൂടെയൊക്കെ പൊടിയാനുണ്ട്. അപ്പോൾ അതിനകത്ത് എന്താ വേണം, ഇപ്പോൾ ആകെ ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് സ്വല്പം വെള്ളം കൂടെ നമ്മൾ നനച്ച് കൊടുക്കണം. എന്നിട്ട് അടിയിലോട്ട് കിടക്കുന്നത് നല്ലതുപോലെ പൊടിഞ്ഞിട്ടുണ്ട്. അപ്പം പുഴുക്കളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഇപ്പം ചത്ത് കിടക്കുക കേട്ടോ. അപ്പം നമുക്ക് സ്വല്പം വെള്ളം കൂടെ ഇതിനകത്ത് ഒഴിച്ചിട്ട് തളിച്ചു കൊടുക്കണം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. തളിച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ഇളക്കിയൊക്കെ വെച്ചിട്ട് നമുക്ക് വീണ്ടും അടച്ചു കൊണ്ടൊന്നങ്ങ് വെച്ചേക്കാം. 2 മാസമെങ്കിലും ഇതിരുന്നെങ്കിൽ നല്ലതുപോലെ പൊടിഞ്ഞു വരുള്ളൂ. പിന്നെ ചിലതൊക്കെ വലിയ പീസൊക്കെ ചിലപ്പം പൊടിയാതെ കിടന്നൊന്നും വരും, അത് സാരമില്ല. നമുക്കതിന് അടച്ചു വയ്ക്കാം. നിങ്ങൾ അടച്ചു കൊണ്ടുവന്ന് തണലത്ത് വെച്ചിരുന്നാൽ മാത്രം മതി. അടുത്ത ഡൗട്ടെന്ന് പറഞ്ഞാൽ അതിനകത്ത് ചക്കമടൽ കൊണ്ടിടാമോ, പിന്നെ പൈനാപ്പിളിൻ്റെ തൊലി കൊണ്ടിടാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്തും നമുക്ക് കൊണ്ടിടാം, പക്ഷേങ്കിൽ വളരെ ചെറുതായിട്ട് വേണം അരിയാൻ. കാരണം നമ്മുടെ ഒരു ചട്ടിക്കലത്തിനകത്ത് അല്ലെങ്കിൽ നമ്മളൊരു ബക്കറ്റിനകത്ത് ചെയ്യുന്ന പ്രവൃത്തിയാണല്ലോ. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് നടക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്താൽ അതെല്ലാം പൊടിഞ്ഞ് കിട്ടിക്കോളും.
പിന്നെയെന്ന് വെച്ചാൽ എല്ലാവർക്കും വളരെ വിഷമമുള്ള ഒരു കാര്യമാണ് പുഴുവിൻ്റെ ശല്യം. ഈ പുഴു ഉണ്ടെങ്കിൽ മാത്രമേ ഈ കമ്പോസ്റ്റ് പൊടിയുള്ളൂ. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് അത് പൊടിയുമ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ പ്രവർത്തനം എല്ലാം നടക്കുമ്പോഴത്തേക്ക് ഈ പുഴു എല്ലാം അങ്ങ് എത്തുവയ്ക്കുള്ളൂ. അപ്പോൾ ചിലർക്ക് അത് കാണുമ്പോൾ ഒരു വലിയൊരു ഇറിറ്റേഷൻ അല്ലേ, ഈ പുഴുക്കളെ കാണുമ്പോൾ. ആദ്യം എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം പൊടിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഈ പുഴു എങ്ങോട്ട് പോകുന്നതിലും അറിയത്തില്ല, അതെല്ലാം അതിനകത്തങ്ങ് ചത്ത് പൊടിഞ്ഞങ്ങ് ചേർന്നോളൂ. പിന്നെയെന്ന് പറഞ്ഞാൽ കലത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഹോളൊന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ബക്കറ്റിൽ ചെയ്യുമ്പോൾ അടിഭാഗത്ത് ഹോള് വേണ്ട, പക്ഷേ സൈഡിലെല്ലാം എയർ സർക്കുലേഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഹോൾ ഇട്ട് കൊടുത്താൽ മതി. ഒരു 7-8 ഹോള് ഇട്ടിരുന്നാൽ പെട്ടെന്ന് അതിൻ്റെ പ്രവർത്തനമൊക്കെ നടക്കും. അപ്പോൾ ഒരു 2 മാസമെങ്കിലും ഇത് ഇരുന്നെങ്കിൽ മാത്രമേ ഇത് നല്ലതുപോലെ പൊടിയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ കഷ്ണമായിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടക്കും. വലിയ കഷ്ണമായിട്ടൊക്കെ നമ്മൾ ഇടുമ്പോൾ വലുതായിട്ട് അവിടെ ഇവിടെ കിടക്കും. പച്ചക്കറികളൊക്കെ പെട്ടെന്ന് പൊടിഞ്ഞു പോകും കേട്ടോ. പിന്നെ എന്തെങ്കിലും നമ്മൾ വലുതായിട്ടൊക്കെ കൊണ്ടിടുകയെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ സമയം എടുക്കുമെന്നുള്ളൂ. അപ്പം നമ്മളൊരു 3 പാത്രം നമ്മളിങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിരുന്നാൽ നമുക്കിതെല്ലാം കൊണ്ടുവന്നിടാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കിച്ചണിൽ കഴിക്കുന്ന വേസ്റ്റ് കൊണ്ടിടാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിക്കുന്ന വേസ്റ്റ് അതിനകത്ത് കൊണ്ടിട്ടാൽ സ്മെല്ല് കൂടും, പിന്നെ പെട്ടെന്ന് നിറയുകയും ചെയ്യുമല്ലോ ഈ വേസ്റ്റൊക്കെ കൊണ്ടിട്ടാൽ. അപ്പം അങ്ങനെയുള്ള വേസ്റ്റ് ഇടാനായിട്ട് നമ്മൾ വേറൊരു ബക്കറ്റ് ഉപയോഗിച്ചോളും. അപ്പോൾ അതും നമ്മുടെ പച്ചക്കറികൾക്ക് ഒപ്പം തന്നെ നമുക്ക് കിച്ചണിൽ ഭക്ഷണ വേസ്റ്റ് നമുക്ക് കൊണ്ടുവന്ന് ഇടാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മൾ ഈ പച്ചക്കറി വേസ്റ്റ് അല്ലെങ്കിൽ കിച്ചൺ വേസ്റ്റ് ഉപയോഗിക്കുന്നതിനകത്ത് ഈ ആഹാരത്തിൻ്റെ വേസ്റ്റ് ഇടണ്ട. അതുപോലെ തന്നെ മീൻ വെള്ളം, ഇറച്ചിയുടെ വെള്ളം അങ്ങനെയൊന്നും ഇടാതിരിക്കുക. അതുപോലെ തന്നെ മുട്ടത്തോടൊക്കെ കൈകൊണ്ട് നല്ലതുപോലെ ഞെരടി പൊടിച്ചിട്ട് വേണം അതിനകത്ത് ഇടാനായിട്ട്, അല്ലെങ്കിൽ അതേപോലെ അത് കിടക്കും കേട്ടോ. മുട്ടത്തോടൊക്കെ അത് നല്ലതുപോലെ അങ്ങ് പൊടിച്ചേക്കണം. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ കമ്പോസ്റ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സിമെൻറ്റിൻ്റെ റിങ്ങൊക്കെ കിട്ടും. അത് നമ്മുടെ പറമ്പിൽ എവിടെയെങ്കിലും കൊണ്ടുവച്ചിരുന്നാൽ നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും, നമ്മുടെ യൂസില്ലാത്ത എല്ലാ സാധനങ്ങളും, കരിയില, ചപ്പ്, ചവറുകൾ, കോഴിക്കാഷ്ടം, ആട്ടിൻകാഷ്ടം, പച്ചിലകൾ, മീൻ വെള്ളം, ഇറച്ചി വെള്ളം, മീൻതല, നമ്മുടെ ആഹാരത്തിൻ്റെ വേസ്റ്റ് എല്ലാം അതിൽ കൊണ്ട് നമുക്ക് ഇടാവുന്നതേ ഉള്ളൂ. അത് നല്ലൊരു വളമാണ്. പിന്നെ അതിന് ഇടയ്ക്ക് നിങ്ങൾക്ക് മണ്ണും കൂടെ ഇട്ടാൽ, ഫലപുഷ്ടി ഇല്ലാത്ത മണ്ണാണെന്നുണ്ടെങ്കിൽ ആ മണ്ണും കൂടെ അതിനകത്ത് മിക്സ് ചെയ്താൽ നല്ലതുപോലെ അത് ഗ്രോ ബാഗിനകത്തൊക്കെ നിറയ്ക്കാനും പറ്റും. നല്ല വളമായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ഒരു കുഴി എടുത്തിട്ട് അങ്ങനെ ചെയ്താലും മതി, അല്ലെങ്കിൽ സിമെൻറ്റിൻ്റെ റിങ് കിട്ടും, അങ്ങനെ ചെയ്താലും മതി. ചിലവില്ലാത്ത രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഒരു കുഴി എടുക്കുക, അതിനകത്ത് ഇത് കൊണ്ടുവന്ന് ഓരോ ലെയറായിട്ട് കൊണ്ടുവന്ന് ഓരോന്നും ഇടുക. അതിൻ്റെ മേളിൽ നമ്മൾ മീൻ വെള്ളം, കഞ്ഞിവെള്ളം, എല്ലാ വെള്ളവും അതിനകത്ത് കൊണ്ടൊന്ന് ഒഴിക്കാം. വേസ്റ്റായിട്ടുള്ള വെള്ളങ്ങളെല്ലാം അതിനകത്ത് കൊണ്ടൊന്ന് ഒഴിക്കാം. അപ്പോൾ അത് നല്ലൊരു കമ്പോസ്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതും കിച്ചൺ വേസ്റ്റ് വെച്ചിട്ടുള്ളൊരു വളമാണ്. നമ്മുടെ കിച്ചണിൽ നമ്മൾ അരിയുന്ന എല്ലാ പച്ചക്കറികളുടെയും വേസ്റ്റ്, അതുപോലെ കഞ്ഞിവെള്ളം, അരി കഴുകുന്ന വെള്ളം, ഉഴുന്ന് കഴുകുന്ന വെള്ളം, കടല കഴുകുന്ന വെള്ളം എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പം എത്ര ദിവസം അങ്ങനെ ഇരിക്കുന്നുണ്ടോ അത്രയും ദിവസം നല്ലതാണ്. എന്നാലും ഒരു 5 ദിവസമൊക്കെ വെച്ചിരുന്നാൽ മതി. കാരണം കൂടുതൽ ദിവസം വെച്ചിരുന്നാൽ അതിന് സ്മെല്ല് ഒരുപാടായിട്ട് വരും. ഇപ്പം നമ്മൾ അതിൻ്റെ തെളി എടുത്തിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒരു ചെടിക്കും കൊണ്ടുവന്ന് വീഴ്ത്തണം. പഴത്തൊലി എല്ലാം അതിനകത്ത് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് കഴിക്കുന്നതിൻ്റെ വേസ്റ്റൊന്നും ഇടണ്ട. ഒന്ന് കലക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. എന്നിട്ട് അതിൻ്റെ തെളി മാത്രം എടുത്തിട്ട് കുറേയും കൂടെ വെള്ളം, അതിൻ്റെ നമ്മൾ എടുക്കുന്നതിൻ്റെ ഇരട്ടി വെള്ളം കൂടെ ചേർത്തിട്ട് ഓരോന്നിൻ്റെയും മൂട്ടിൽ കൊണ്ടൊന്ന് വിത്താം. നമ്മുടെ ഗ്രോ ബാഗിൽ നട്ട് കോവലാണ്. ഇതിനൊക്കെ നല്ലതുപോലെ ഇങ്ങനെ വീത്തി കൊടുത്താൽ നല്ലതായിരിക്കും. ഞാനിതിനകത്ത് മീൻ കഴുകുന്ന വെള്ളവും വേസ്റ്റും എല്ലാം അതിനകത്ത് കൊണ്ടൊന്ന് ഒഴിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് നല്ലതുപോലെ കായും പിടിക്കുന്നുണ്ട്. അപ്പോൾ കിച്ചൺ വേസ്റ്റ് ഒന്നും നമ്മൾ വെറുതെ ഇനി കളയേണ്ട കാര്യമില്ല. പല രൂപത്തിൽ നമുക്ക് അതിനെ വളമാക്കി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ചെടികൾക്കും ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പം കൂവയൊക്കെ നട്ട് കൂവയുടെ ചുറ്റിനും നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. അപ്പം 50 മൂട് കൂവയും നട്ടിട്ടുണ്ട്. ഒരു കൂവയൊക്കെ നമ്മുടെ വീടായാലും അത്യാവശ്യമാണ്, കൂവപ്പൊടിയൊക്കെ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് കൂവയും കൂടെ നട്ടത്. നമ്മളോടൊപ്പം നമ്മുടെ ചിന്നുവും മിന്നും ഒക്കെ നിൽപ്പുണ്ട് കേട്ടോ. അവരല്ലെങ്കിൽ നമ്മൾ പറമ്പിലോട്ട് വന്നാൽ അവരവിടെ കിടന്ന് ബഹളം വയ്ക്കും. അതുകൊണ്ട് അവരെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നെങ്കിലേ രക്ഷയുള്ളൂ, അല്ലെങ്കിൽ കിടന്ന് ബഹളം വെച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ കമ്പോസ്റ്റിൻ്റെ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാണണം. ഇനി കിച്ചണിലെ വേസ്റ്റ് നിങ്ങൾ വലിച്ചെറിയാൻ പാടില്ല. കാരണം ഇപ്പം വലിച്ചെറിയാൻ പോകാനൊന്നും ആർക്കും പറ്റത്തില്ല. കാരണം അത് എങ്ങനെ നമുക്ക് യൂസ് ആവാം എന്ന് നോക്കണം. എങ്ങനെ
അത് നമ്മൾ വീട്ടിൽ തന്നെ സംസ്കരിച്ച് നമുക്ക് തന്നെ അത് ഉപയോഗപ്പെടുത്തിയെടുക്കാമെന്നും നോക്കണം. ഒരു 10 ഗ്രോ ബാഗിനകത്ത് കൃഷി ചെയ്യാനുള്ളത് നമുക്ക് ഒരു ബക്കറ്റിൽ നിന്ന് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും വേറെ വളമൊന്നും അന്വേഷിച്ച് പോകേണ്ട. ഇപ്പം ചാണകം ഇല്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ ഒന്നാന്തരമായിട്ട് കൃഷി ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു രീതിയാണിത്. തീർച്ചയായിട്ടും അത് കണ്ടു നോക്കണം. അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ജൈവ സ്ലറി ഉണ്ടാക്കുന്നതിൻ്റെയും ലിങ്ക് താഴെ കൊടുത്തേക്കാം. നിങ്ങളത് കണ്ടു നോക്കുക. രണ്ടും കണ്ടു നോക്കണം. രണ്ടും വളരെയധികം പ്രയോജനം ചെയ്യുന്ന വളമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ഏതാ സമയം വരുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇനി യൂട്യൂബിലും ഫേസ്ബുക്കിലും മാത്രമല്ല ട്രെൽ എന്ന ആപ്പിലും എൻ്റെ വീഡിയോസൊക്കെ കാണാവുന്നതാണ്. അതും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.